കലോത്സവം ആരംഭിച്ചതോടെ ഹൽവ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് മിഠായി തെരുവിലേക്ക് എത്തുന്നത്. കാന്താരി ഹൽവ, ജാക്ക് ഫ്രൂട്ട്, ബദാം, ബനാന, ഗ്രേപ്പ് എന്നിങ്ങനെ കോഴിക്കോടൻ ഹൽവകളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു കലാപ്രതിഭകൾ. കേരളത്തിലെ എല്ലാ ജില്ലക്കാരും ഇവിടെ വരുന്നുണ്ട്. നല്ല രസമാണ്. കാരണം വെച്ചാൽ പല ആൾക്കാരും പല നാട്ടിലുള്ള ആളുകളായതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പൊ അതൊക്കെ മാറ്റി ഹൽവ കണ്ട പിന്നെ ഒരിക്കലും ഹൽവന്റെ ഒരു ഇതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ മനസ്സിലാക്കും. 55 തരം ഹൽവകളുടെ രുചിമേളമാണ് മിഠായി തെരുവ്. അതുകൊണ്ട് തന്നെ പേരുകേട്ട ഹൽവകളുടെ രുചിയറിയുവാനെത്തുന്ന കൗമാരക്കാർക്ക് ഇത് വ്യത്യസ്ത അനുഭവമായിരിക്കും. കലോത്സവം പ്രമാണിച്ച് കുട്ടികൾക്ക് വേണ്ടി ഡിസ്കൗണ്ടുകളും കച്ചവടക്കാർ നൽകുന്നുണ്ട്. വന്നവർക്ക് എന്തായാലും മോശമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. മൊത്തത്തിൽ കുട്ടികളെ ഹാപ്പിയാണ്. പച്ചമുളക് ഹലുവയുണ്ട്, സാധാ ഹലുവ ഒക്കെ ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, വാട്ടർ മെലോൺ ഉണ്ട്, അങ്ങനെ പല പല ഉണ്ട്, പച്ചമുളകൊക്കെ ഉണ്ട്. അങ്ങനത്തെ കേരളത്തിന്റെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് പലവിധ ഹൽവകൾ കിട്ടുന്ന ഇടം കൂടിയാണ് കോഴിക്കോട്. കുട്ടികളുടെ മനസ്സിണങ്ങുന്ന രീതിയിൽ ഹൽവയുടെ നിറങ്ങളും കൂടി ചേരുമ്പോൾ കടയുടെ തിരക്ക് കുറച്ചുകൂടി കൂടും. കലോത്സവ നഗരിയിലെത്തുന്നവർ മലബാറിന്റെ ഹൽവ മധുരം നുണയാതെ തിരിച്ചുപോകില്ലെന്ന് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ ജിനു സിജിക്കൊപ്പം എസ് എച്ച് ആതിര, റിപ്പോർട്ടർ, കോഴിക്കോട്.